നല്ല ടേസ്റ്റിയായ ചക്ക ഹൽവ ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ കൂഴച്ചക്കയാണ് എടുത്തത്. അത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തു. എന്നിട്ട് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ശർക്കര പാനിയാക്കി ഉരുക്കി എടുക്കുന്നുണ്ട്. അത് അരിച്ചു വെച്ചു. പിന്നെ ചക്കപ്പഴം ഉരുളിയിൽ നിന്ന് നമ്മൾ വേവിച്ചെടുക്കുന്നു. അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം കുറച്ച് വെന്ത് ചക്കയൊന്ന് വെന്ത് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനി അതിൽ ചേർത്ത് കൊടുത്തു. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുക. പൊട്ടിത്തെറിക്കുന്നത് ശ്രദ്ധിക്കണേ. ചില സമയത്ത് ഇത് തീ കൂട്ടി വെച്ചാൽ നല്ലോണം പൊട്ടിത്തെറിക്കും. അപ്പോൾ തീ കുറച്ചും കൂട്ടിയും വെച്ചുകൊണ്ടിരിക്കണം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കി എടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് 3 സ്പൂണ് ഗോതമ്പ് പൊടി കലക്കിയതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്താ വേണ്ടത് വെച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തു. തുടരെ ഇളക്കി കൊടുക്കണം. ഒരുവിധം വറ്റി റെഡിയാക്കാനാവുമ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വെച്ചത് അതിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു. ഹൽവയിൽ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തു. ഇത് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കണം. ഉരുളിയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്ന പോലെ അത്രയും ഇങ്ങനെ വരട്ടിയെടുക്കണം. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ ഇത് ആവശ്യത്തിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. നെയ്യിൽ കിടന്ന് വേണം ഇതൊന്ന് വരണ്ട വരാൻ. ഹൽവയുടെ പാകമാകാനായി ഇതിങ്ങനെ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞ് വരണം. അതിലേക്കൊന്നും പിടിക്കാണ്ട് അങ്ങനെ മറിഞ്ഞ് വരണം. ആ ഒരു ആകുന്നത് വരെ നമ്മൾ ഇളക്കി വരട്ടണം. നല്ല പണിയില്ല. ചക്ക വരട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പണിയുള്ളതാണ്. വീഡിയോ കാണുമ്പോഴൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ചക്ക വരട്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണണേ. അങ്ങനെ നല്ലോണം വരണ്ട് വന്നു. ഉരുളിയിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന അത്രയും പാകത്തിൽ ആവണം. അതാണ് ഹൽവയുടെ ഒരു പാകം. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, ഒരു മിതമായ രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റാക്കി കൊടുക്കണം. അതിനായി ഒരു ടിന്നിൽ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചക്ക അതിലേക്ക് ചേർത്ത് ഒന്ന് അമർത്തി കൊടുക്കണം. അല്ലെങ്കിൽ എയർ ബബിൾസ് എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ വടവൊക്കെ ഉണ്ടാവില്ല. അതെല്ലാം ഒന്ന് അമർത്തി സെറ്റാക്കി വെക്കുക. പിന്നെ അതിനെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നമുക്ക് ആദ്യം ട്രേയുടെ അടിയിലിട്ടിട്ട് അതിൻ്റെ മേലേക്ക് ചക്ക സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്തത്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ മുറിച്ച് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റിയായ ചക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്.